ഉദയനാപുരം നേരേക്കടവിൽ മാടവനയിലെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയിലാണ് പുഴുക്കളെ കണ്ടത്. കാർഡുടമ VS സന്തോഷിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. പുഴുനുരുകുന്ന 20 കിലോ കുത്തരിയുമായി നേരെ സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക്. ഈ രാജ്യത്ത് പാവപ്പെട്ടവന് സൗജന്യം കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്. പാവപ്പെട്ടവന് ഇതിനേക്കാൾ നല്ലത് അവൻ റേഷൻ കട വഴി കുരുടാൻ മേടിച്ച് വിതരണം ചെയ്യുക നല്ലത്. കാരണം ഇത്രയും മോശമായ അരി വൈക്കം താലൂക്കിലെ മുഴുവൻ റേഷൻ കട വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി മന്ത്രി ഇടപെട്ട് ഇതിന് നടപടി സ്വീകരിക്കണം. വൈക്കം താലൂക്കിൽ 43 കടകളിലെ ഭക്ഷ്യധാന്യങ്ങളിൽ പുഴുക്കളെ കണ്ടതായി സപ്ലൈ ഓഫീസർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിവിൽ സപ്ലൈസിന് അരി നൽകുന്ന 2 മില്ലുകളിൽ വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കൾ ഉണ്ടായിരുന്നതെന്ന് റേഷൻ വ്യാപാരികളും കുറ്റപ്പെടുത്തുന്നു. കോട്ടയം ചിങ്ങവനത്തെ FCI ഗോഡൌണിൽ വൃത്തിഹീനമായ സാഹചര്യമാണ് ഗോഡൌണിലെത്തിക്കുന്ന അരിയിൽ പുഴുവും കീടങ്ങളും ഉണ്ടാകാൻ ഇടയാക്കുന്നതെന്നാണ് അധികൃതരുടെ വാദം. 2 മാസമായി ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്ത സംഭവത്തിൽ പരാതി വ്യാപകമായിട്ടും പൊതുവിതരണ വകുപ്പോ മന്ത്രിയോ നടപടി സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സിവിൽ സപ്ലൈസ് അധികൃതരും സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.